നമസ്തേ. ജനം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്നത്തെ വിഷു ദിനത്തിൽ ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ പാട്ടുപാടാൻ ആഗ്രഹിച്ച് വന്ന ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് അദ്ദേഹം മലയാള ചലച്ചിത്ര മേഖലയുടെ അവിഭാജ്യ ഘടകമായി മാറി. പത്മരാജൻ സംവിധാനം ചെയ്ത പെരുവഴി അമ്പലത്തിലെ രാമൻ തൊട്ട് 250 പരം കഥാപാത്രങ്ങൾ, 46 വർഷത്തെ ചലച്ചിത്ര സപര്യ. ശ്രീ അശോകനാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തു. അശോകട്ട, ഹാപ്പി വിഷു. വിഷു ആശംസകൾ. നമസ്കാരം. പാടാൻ ആഗ്രഹിച്ചു വന്നതാണല്ലേ? അതെ അതെ അതെ. പിന്നെ എങ്ങനെയാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത്? അത് മാത്രമല്ല, പി പത്മരാജൻ അല്ലേ, മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ചലച്ചിത്രകാരൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെ ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ ഈ അഭിനയത്തോടൊന്നും എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്ന ഒരാളല്ല. സിനിമ എല്ലാം കാണും. അതായിട്ട് ഓർമ്മയുള്ള സമയം മുതൽ കാണും. സിനിമയുടെ ഭയങ്കര ഇഷ്ടം. അത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് ആദ്യ സിനിമകളൊക്കെ അന്ന് പോയി കണ്ടു തുടങ്ങിയത്. എൻ്റെ ഓർമ്മ എനിക്ക് തോന്നുന്നു ആദ്യം കണ്ട് നല്ല ഒരുമാതിരി ഓർമ്മ വരുന്നൊക്കെ ചെമ്മീനാണെന്ന് തോന്നുന്നു. അത് റിലീസിൻ്റെ ടൈം ആലപ്പുഴ പോയി കണ്ടു. അച്ഛനും അമ്മയും ഞാനും ഉണ്ടായിരുന്നു. ആലപ്പുഴ അന്നത്തെ ഒരു ശാന്തി തിയേറ്ററാണോ ചെമ്പക തിയേറ്റർ അങ്ങനെയൊക്കെ എന്തോ ഒരു പേരിലാണ് അന്നത്തെ. അതുകൊണ്ട് ഓർമ്മയുണ്ട്. പിന്നെ ഇങ്ങനെ കാണുമായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ സിനിമയുടെ ഇഷ്ടമാണെങ്കിലും പാട്ടായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യവും. ഉള്ളിൽ എവിടെയൊക്കെയോ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കാര്യം പാട്ടാണെന്ന് അന്നും മനസ്സിലറിയായിരുന്നു. ശാസ്ത്രീയമായിട്ട് കുറച്ച് പഠിച്ചു, വളരെ കുറച്ച്. അത് 3-4 ഗുരുക്കന്മാരോടെ ഇനി ഞാൻ പഠിച്ചു. അങ്ങനെ പഠിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് സ്കൂളൊക്കെ മാറുമ്പോഴും യാത്ര അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പഠിച്ചത്. അങ്ങനെ പാടണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ, സിനിമയിൽ പാടണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം എവിടെയൊക്കെയോ ഒഴിഞ്ഞുകൂടി. അപ്പോഴാണ് ഈ പെരുവഴിയമ്പലം സിനിമയുടെ പത്മരാജൻ്റെ പെരുവഴിയമ്പലം എന്ന നോവൽ അന്ന് മാതൃഭൂമി വീക്കിലി വന്ന ഒരു 11 ലക്കമുള്ള ഒരു ചെറു നോവലാണ്. ഇതിങ്ങനെ അത് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അന്ന് ആ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ച ഒരു നോവലാണ്. അത് സിനിമയാക്കുന്നു. ഇതിൽ അഭിനയിക്കാൻ 15-നും 18-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളെ ആവശ്യമുണ്ട് നായകനായി അഭിനയിക്കാൻ. ഇതിപ്പോൾ നമ്മളിതൊക്കെ ന്യൂസൊക്കെ അറിഞ്ഞങ്ങ് വിട്ടു. അപ്പോൾ നമുക്കറിയാം പത്മരാജൻ അദ്ദേഹം ഞങ്ങൾ എൻ്റെ അടുത്തടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. മുതുകുളം, ചേപ്പാട്, രണ്ടും ഒരു ബോർഡറാണ്. ചേപ്പാട് ഒരു ബോർഡർ തന്നെയാണ്, തൊട്ടടുത്തടുത്താണ്. അപ്പോൾ അറിയാം അദ്ദേഹം അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലെ ന്യൂസ് ട്യൂട്ടറൊക്കെ ആയിരുന്നു. ഞാനൊക്കെ ശബ്ദം കേൾക്കുമായിരുന്നു. വാർത്തകൾ വായിക്കുന്ന പത്മരാജൻ, കമ്പോള നിലവാരം വായിക്കുന്ന പത്മരാജൻ, നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ അന്ന് റേഡിയോയിലുണ്ടല്ലോ. ഇതൊക്കെ പറയുന്ന ഈ ശബ്ദമൊക്കെ വളരെ ഭയങ്കര സുപരിചിതമാണ് എല്ലാവർക്കും. വളരെ ആകർഷണീയമായ ശബ്ദങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന വീടാണ്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പം ഇങ്ങനെ ആകുമ്പോഴാണ് പിന്നെ ഇത് എൻ്റെ ഒരു ബ്രദറാണ് ഇങ്ങനെ ഈ ന്യൂസ് കണ്ടിട്ട് നീ ചുമ്മാ നയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സിനിമ അഭിനയമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാട്ടിങ്ങനെ മനസ്സിൽ കിടക്കാൻ സിനിമ എല്ലാം കാണും. സ്കൂളിൽ പഠിക്കുമ്പോഴും ഉച്ചക്കുള്ള മാറ്ററി പോയി കാണും, അവധി ശനി ഞായറൊക്കെ. എന്നിട്ട് പോലും അഭിനയിക്കണം എന്നുള്ള മോഹമില്ല. ഒരു മോഹം എനിക്ക് അത് യാതൊരു പിടുത്തോ താല്പര്യവും അതിനകത്തില്ല. പക്ഷേ ഇഷ്ടം, അഭിനയക്കുന്ന ഇഷ്ടം. അന്നത്തെ നമ്മുടെ ഹീറോസും സത്യനും പ്രൈം മിനിസ്റ്ററും മധുവൊക്കെയാണ് അന്നത്തെ പാട്ട്. പിന്നെ അഫ്കോഴ്സ് യേശുദാസിൻ്റെ പാട്ട് പിന്നെ സ്വാഭാവികമാണ്. അങ്ങനെ ഇങ്ങനെ ഇത് നിൽക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ അതിനകത്ത് ഈ അഡ്രസ്സ് കൊടുത്തിരുന്നത് നമ്മുടെ അദ്ദേഹം ബേബിച്ചായൻ, ജോസ് പ്രകാശ് സാറിൻ്റെ അനിയൻ ഒരു പ്രേം പ്രകാശ് ചേട്ടനുണ്ട്, കറിയാച്ചൻ. അദ്ദേഹം പ്രൊഡ്യൂസറാണ്, നടനും കൂടിയാണ്, ഗായകനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് കത്ത് ഫോട്ടോയും അയക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഡ്രസ്സ് കൊടുത്തു. ആ കുട്ടി ഈ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം, ഈ പിള്ളേരെ ആവശ്യം പറഞ്ഞപ്പം, അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ, എനിക്ക് താല്പര്യമൊന്നുമില്ല, ചുമ്മാ ഒരു രസത്തിൽ വേണേൽ അവരെ ഒന്ന് കളിയാക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ചു. കാരണം എൻ്റെ ഈ രൂപത്തിനൊന്നും ഒരിക്കലും കിട്ടില്ല എന്നുള്ള അറിയാം. സിനിമ നമ്മുടെ സങ്കല്പം വേറെയല്ലേ, എൻ്റെ ഉൾപ്പെടെ മലയാളികളുടെ സങ്കല്പം വേറെയാണ് അന്നത്തെ മലയാള സിനിമ. അതങ്ങ് അയച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാരും മറുപടി വരികയത്, നിങ്ങളുടെ അയച്ച കത്തും ഫോട്ടോയും കണ്ടു, നേരിൽ കാണാൻ താല്പര്യപ്പെടുന്നു. തിരുവനന്തപുരം ഹോട്ടൽ നെവുഞ്ചത്തിൽ ഡേറ്റ് ജൂൺ ഏതോ ഡേറ്റാണ് പറഞ്ഞത്.
5 or 6 എനിക്ക് എൻ്റെ ഓർമ്മ അതാണ്, ജൂൺ മാസം എന്ന് ഒരു കത്ത് വരിക പ്രൊഡ്യൂസറുടെ. ഒരു പ്രൊഡ്യൂസറുടെ ഒരു കത്ത് ജീവിതത്തിൽ ഇതൊക്കെ വരിക എന്ന് അന്ന് ഇതൊന്നുമില്ല, മൊബൈലൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കത്തിൽ കൂടെ അന്ന് സംഭവങ്ങളില്ല. ടെലിഫോൺ ഉണ്ടെങ്കിൽ പോലും, പക്ഷേ ട്രങ്ക് ബുക്ക് ചെയ്തൊക്കെയാണെന്ന്, ട്രങ്ക് കോൾ. ഇങ്ങനെ കത്ത് വന്നപ്പോൾ ഞാൻ ഇത് അന്തം വിട്ടുപോയി കണ്ടിട്ട്, വിശ്വസിക്കാൻ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ഒരു കത്ത് അയച്ചിരിക്കുകയാണ് കാണാറ്. അതും ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ നടൻ്റെ അനിയൻ, രണ്ടുപേരെയും എനിക്കറിയാം, സിനിമ കണ്ടുള്ള പരിചയം. അത് നമ്മൾ ഈ ഫോട്ടോ അതൊക്കെ പലരെയൊക്കെ അടുത്തുള്ളവർ നമ്മളൊക്കെ കാണിച്ച് വീട്ടിൽ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കത്ത് എന്നൊക്കെ പറയാൻ കാണിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി അവിടെ ട്രിവാൻഡ്രത്ത് പോയി. നികുഞ്ചം എന്ന് പറഞ്ഞത് ഇന്ന് ആ ഹോട്ടലില്ല. അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കുറേ ഇഷ്ടംപോലെ പിള്ളേരിരിക്കുകയാണ്, അന്നത്തെ പിള്ളേർ. ഞാൻ ഇതിലെ കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ യവന്മാരൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടാനായി, ഒരിക്കലും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചങ്ങ് സ്ഥലം വിട്ടാലതൊക്കെ ആലോചിച്ചു, നടക്കേടായാലും ഒക്കെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രൊഡ്യൂസർ വന്നോടെ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങളുടെ പടമല്ലേ എന്നൊക്കെ എന്നെ കാണിച്ചു. ഇങ്ങനെയൊക്കെ വേറെ പലരെയും കണ്ടെങ്കിലും ഇതിലേതോ ഒരു പിന്നെ ഒരു പ്രത്യേകത, ഒരു താല്പര്യം ഈ ഫോട്ടോ എന്നെ ഉണ്ടല്ലോ എന്ന് എനിക്ക് എവിടെ ഒന്ന് കത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരിച്ച് അങ്ങ് പോയി. അപ്പോൾ ഓരോ പിള്ളേരെ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു താഴെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പത്മരാജൻ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫിയറ്റ് വണ്ടിയുള്ളതെന്ന്. അപ്പോൾ അത് താടിയൊക്കെ വളർത്തി സ്കൂളിംഗ് ക്ലാസ്സൊക്കെ വെച്ച് സുന്ദരനായ ഒരാൾ ഇറങ്ങി അകത്ത്. അപ്പോൾ അയാൾ പത്മരാജൻ സാർ അതാണ് പറഞ്ഞു. ഇതപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ അന്ന് ജോഷി മാത്യു ഒക്കെ ഉണ്ട്. പക്ഷേ അസോസിയേറ്റ് അജയൻ മരിച്ചുപോയ തൊപ്പിൽ പാസാറിൻ്റെ മോന്, ദേവാരൻ്റെ അസോസിയേറ്റ്. പിന്നെ കൃഷ്ണൻകുട്ടി മാരിയാണ് മരിച്ചുപോയ. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ 2 പേര്, കറിയാശൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ കുഞ്ചപ്പനുമുണ്ട്. ഇത്ര പേരുണ്ട് ഇൻ്റർവ്യൂ ബോർഡിൽ. താഴെ ഫസ്റ്റ് ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻ്റർവ്യൂ ഉണ്ട്. അവസാനമാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചു ഇരുന്നു, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർക്ക് വാസ്തവത്തിൽ എന്നെ എടുക്കാനുള്ള കാര്യം എൻ്റെ അന്നത്തെ രൂപമാണ് ആവശ്യം. അപ്പം ഞാൻ വിചാരിച്ചില്ല. പിന്നെ നമുക്ക് സംശയമുണ്ട്, ചിലപ്പോൾ ഞാൻ സുന്ദരനായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത് എന്നൊക്കെ. ഇതൊക്കെ അന്നൊക്കെ അന്നത്തെ സ്റ്റെപ്പ് കട്ടിങ് ഒക്കെ അല്ലേ, മുടിയൊക്കെ അന്നത്തെ ഹിപ്പി സംഭവമാണ്. അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന പ്രായമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളാണ് സുന്ദരൻ എന്നുള്ള ധാരണ വെച്ച് നടക്കുക. ഇതുകൊണ്ടായിരിക്കും എന്നെയും വിളിച്ചതെന്നൊക്കെ എവിടെയൊക്കെ ഉള്ളിൽ ചില ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്നു. പക്ഷെ അതൊന്നും അല്ല, അവർ കണ്ടപ്പോഴേ മനസ്സിലാച്ചു ആ രൂപത്തിന്, ഈ രൂപത്തിന് പറ്റിയ അതപ്പോൾ എല്ലാം മനസ്സിൽ കണ്ടു. പല കണ്ടത് എഴുതിച്ചിരിക്കാനും പറഞ്ഞു. എത്ര ഹൈറ്റ് ഉണ്ട്? ഞാനെന്തോ ഓർമ്മ പറഞ്ഞു. എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ ഒരു കോളേജിലെ പ്രീ ഡിഗ്രിയാണ്. സിനിമയിൽ എനിക്ക് എന്താ താല്പര്യം? ഇത് പത്മരാജേട്ടാണ് ചോദിക്കുന്നത്. ഞാൻ സിനിമ കൊച്ചിലെ പോലെ ക്രേസാണ്. പിന്നെ പാട്ട് പാടും, ഞാൻ പാട്ടുകാരനുള്ള. ശരി, പാടാറൊക്കെയുണ്ടോ? അപ്പോൾ ഈ സിനിമയിൽ എനിക്കൊരു സഭാഗമൊക്കെ ഉണ്ടാവാറില്ലേ. ഞങ്ങളിപ്പോൾ ഒരുപാട് പേരെ മധ്യത്തിലൊക്കെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ അപ്പോൾ ഞാൻ സത്യത്തിൽ ഭയങ്കര സഭാഗമമാണ് എനിക്കന്ന്. ഞാൻ കൊച്ചിലെ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളും കോളേജിലൊന്നും സ്റ്റേജിൽ കയറിയിട്ടില്ല. ഇല്ല, സ്കൂളിൽ പഠിപ്പിൽ കയറി. അതെങ്ങനെയൊക്കെയോ ചില ശക്തികൾ നമ്മളെ അയച്ചാൽ വേറൊന്നുമല്ല. അപ്പം ഞാൻ അമ്മയുടെ സാരിയുടെ പുറകിൽ വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ എന്നാൽ അങ്ങനെ വിളിച്ചാൽ നടക്കുള്ളൂ കൊച്ചിലെ. അത്ര നാണവും അന്തർമുഖത്വമായിരുന്നു. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു, ഒന്നുമില്ല, കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പാട്ട് സ്റ്റൈലൊക്കെ പാടുന്നുണ്ട്, സ്കൂളിലൊക്കെ പാടുന്നുണ്ട്, കോളേജിലെ പാടുക. അതിലും സത്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു. എഴുന്നേറ്റ് ഷർട്ടൊന്ന് അഴിക്കാൻ പറഞ്ഞു. അതോടെ എൻ്റെ ജീവൻ അങ്ങനെ അവരോട് അഴിച്ചാൽ പിന്നെ ഞാൻ വെച്ചു തീർന്നു. ഉള്ള പ്രതീക്ഷ ഷർട്ടൊക്കെ അഴിച്ചു, മനസ്സിലെ നാണിച്ചൊക്കെ ഷർട്ടൊക്കെ അഴിച്ചു. അതൊരു അസ്ഥി കൂടുമുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഇവരെ കണ്ട് ചിരിച്ച് കളിയാക്കുമല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിലാലോചിച്ചു. പക്ഷെ അതൊന്നും ഒരു പ്രതികരണം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ ചിരിച്ച് കാണുമായിരിക്കും. ഇവരെ ആദ്യം കാണുമ്പോൾ ചിരിച്ചാൽ അവന് വല്ല ഫീൽ ചെയ്യണ്ടെന്ന് വെച്ചായിരിക്കും ചിരിക്കാൻ. അപ്പോൾ എല്ലാം ഷർട്ടൊക്കെ അഴിച്ചു, തിരിച്ചിട്ടോളാൻ പറഞ്ഞു. ശരി, ഓക്കെ. ഏതായാലും വൈകിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ ഹോട്ടൽ പാരമൗണ്ടിലുണ്ട്, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഇത്ര മണിക്ക് എപ്പോഴാണ് തിരിച്ച് ബസ് പോകണം. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി തിരിച്ച് പോകേണ്ട ഒരു 10:15 ട്രിവാൻഡ്രത്ത് നിന്ന് മുതുകുളം വഴി ഹരിപ്പാടിന് ബസ്സുണ്ട്. ഇതെൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ്, ഫസ്റ്റ് പാസഞ്ചറാണ്. ഇത് തന്നെയാണ് രാവിലെ ഞങ്ങൾ വന്നത് 6:30 മണിക്ക് അവിടെ നിന്ന്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ അപ്പോൾ വൈകിട്ട് സന്ധ്യയ്ക്ക് 6:30-7 മണിക്ക് കണ്ടാൽ മതിയല്ലോ. കൂടെ ഒരു അച്ഛനാണ് വന്നത്? അല്ല, ബ്രദറാണ്. അച്ഛനൊക്കെ അനുഭവം മരിച്ചുപോയി. ബ്രദറും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ വീണ്ടും വിളിച്ചു പോയി കണ്ടു. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത്, ഓരോ ചോദിച്ചു അവർക്ക് താല്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സിലൊക്കെ താല്പര്യമാണോ? ഞാൻ പറഞ്ഞു സ്പോർട്സൊക്കെ ഇഷ്ടമാണ്, പക്ഷേ പങ്കെടുക്കാറൊന്നുമില്ല. അതെന്താ? ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിൽ
കുറച്ച് മുമ്പ് ഒരു 1-2 വർഷം മുമ്പ് എനിക്ക് ചെറിയൊരു സുഖമില്ലായ്മ ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് റൊമാറ്റിക് ഫിയർ എന്ന് പറഞ്ഞ അസുഖമുണ്ടെന്ന് തോന്നി. ഈ റൊമാറ്റിക് ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ജോയിൻസ് എല്ലാം പെയിനായിട്ട് നമുക്ക് പിന്നെ കിടപ്പായൊക്കെ നടക്കാനൊന്നും പറ്റില്ല. അത് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ടിനൊക്കെ അഫക്റ്റ് ചെയ്യും. ഇങ്ങനെ എനിക്ക് വന്നു എന്ന് പറയുമ്പം ഇത് കേട്ടോടി ഇവരെല്ലാം അങ്ങ് നിശബ്ദമായി പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഈ പത്മരാജ ചേട്ടൻ തന്നെ പറഞ്ഞു, അല്ല ഇങ്ങനെ ഒരാളെ ഞങ്ങൾ എങ്ങനെ എടുക്കാൻ പറ്റും? കാരണം ഈ അസുഖത്തിൻ്റെ സീരിയസ്നെസ് എനിക്കറിയാം. എൻ്റെ മോന് ഈ അസുഖം ഉണ്ടായിരുന്നു, അനാഥ പത്മനാഭൻ. അതുകൊണ്ടങ്ങനെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അബദ്ധം പറയേണ്ടിയിരുന്നില്ലോ എന്നൊക്കെ തോന്നി. ഒരു കൈ ഇങ്ങനെ വന്ന ഒരു അവസരം നമ്മൾ തന്നെ എടുത്ത് കളഞ്ഞല്ലോ എന്നൊരു ധാരണയായിപ്പോയി. എനിക്കപ്പോഴൊരു ബോധമുണ്ടായി വാസ്തവത്തിൽ. ശരി അറിയിക്കുക എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ ശരി കൂട്ടുവാ പറയാം പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊന്നുമില്ല, അതിൻ്റെ ഇടയ്ക്ക് ചില കടമ്പകളുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ഏതെങ്കിലും ഒരു നാടകത്തിലെ ഡയലോഗ്, അതായത് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാവാലത്തിൻ്റെ ഡ്രാമയിലെ. അപ്പോൾ ഇവർക്ക് കാവാലത്തിൻ്റെ ഇതിലൊക്കെ വർക്ക് ചെയ്തിരുന്ന കൃഷ്ണൻകുട്ടിയാരേട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വലിയ അടുപ്പം ചോദിച്ചു. അപ്പോൾ ഈ പപ്പേട്ടൻ ചോദിച്ചു, അശനെ നിങ്ങളുടെ ആ കാവാലത്തിനെ പറ്റി അതിനകത്ത് ഏതെങ്കിലും ഒരു ഡയലോഗ് നമുക്ക് അവനെ കൊണ്ട് പറയിപ്പിക്കാം, ഒന്ന് ആലോചിച്ചേ എന്ന് പറഞ്ഞു. പുള്ളി ഡയലോഗ് തട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ. ഞാനിത് പ്രാർത്ഥിക്കുക, ഒരു ഡയലോഗ് കിട്ടല്ലേ. ഡയലോഗ് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കത്തേയില്ല, ഒരിക്കലും സിനിമയിൽ വരില്ല. പിന്നെ ഒരു ബന്ധവുമില്ല എനിക്കെന്തേ. ഈ പാട്ട് മനസ്സിൽ കിടക്കുകയല്ലേ. സിനിമ എല്ലാം ഇഷ്ടം, ഇവരൊക്കെ ഭയങ്കര ആരാധനയൊക്കെ ഇവരോടൊക്കെ. പക്ഷേ ഒരു രക്ഷയില്ല. ഭാഗ്യം എൻ്റെ പ്രാർത്ഥന കേട്ട പോലെ അന്ന് വേണ്ട സാരമില്ല, കുഴപ്പമില്ല, പപ്പേട്ട തന്നെ നിർത്തി. പിന്നീടാണ് ഇതിനൊക്കെ ഒന്ന് ചാടുന്നത്. അവസാനം ആകെ പ്രശ്നമായി. നമ്മൾ മനസ്സോട് തകർന്ന് നിരാശയോടെ ചേപ്പാടേക്ക് ബസ് കയറി. വീട്ടിൽ നിന്നറിയും. പിറ്റേ ദിവസം വീട്ടിലേക്ക് എന്താ വലിയ മണ്ടത്തര അബദ്ധം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ എല്ലാവരുടെ പല ദിവസം എല്ലാം കൂടെ പറഞ്ഞു. അത് തലയെഴുത്തില്ലായിരിക്കും, പോട്ടെ എന്നൊക്കെ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയാൻ കഴിയും. അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിപ്പം പിന്നെ പറഞ്ഞു ഓണം അവകറി. ഓണത്തിന് വീട്ടിൽ പപ്പേട്ടൻ സാറ് വരാൻ സാധ്യതയുണ്ട്, നീ ഒന്ന് അന്വേഷിച്ചിട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. കറക്റ്റ് തിരുവോണ ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ സൈക്കിളുണ്ട്, ഞാൻ കോളേജിൽ പോകുന്ന സൈക്കിളാണ്. ഈ സൈക്കിളൊക്കെ ചവിട്ടി പതുക്കെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പതിവ് പോലെ എന്ന് ഞാനത് സിനിമയുടെ കാര്യം പറയാൻ ചോദിക്കാൻ വന്നത് ചേട്ടാ. അപ്പോൾ അങ്ങനെ താടിയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അല്ല അത് ഞാൻ ഇങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നോട് ചോദിക്കുക. കാരണം അതിൻ്റെ ഒരു സീരിയസ്നെസ് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്നും മിണ്ടായിരിക്കുക. അപ്പം സെലക്ഷൻ നടന്നിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 2 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആണോ? അത് അവർ 2 പേരും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. കാരണം വേറെ എന്തല്ലോ ഇതിപ്പോൾ ഇത് ഇങ്ങനെ ഒരാളെ എങ്ങനെ എടുക്കും, വാസ്തവത്തിൽ എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പം ഞാൻ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു മണ്ടത്തരം ഞാൻ പറഞ്ഞു. അത് ഞാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. അതൊക്കെ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പാടൊന്നുമില്ല അവസ്ഥത്തിൽ. ഈയൊക്കെ കുഴപ്പമൊന്നുമില്ല, ഹീസ് ഓക്കെ എന്ന് പറയാൻ സീലടിച്ച് തരുന്നല്ലേ. എന്താ അപ്പോൾ അതൊന്നും അവിടെ സത്യത്തിൽ അപ്പോൾ ഏറ്റില്ല. അത് ഞാൻ വെറുതെ ഒരു എങ്ങനെയെങ്കിലും വരാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പം അല്ല അതൊക്കെ വരട്ടെ അതൊക്കെ പറഞ്ഞു. ശരി പോയിക്കോ, എന്തെങ്കിലും ഉണ്ട് ഞാൻ പറയാം, ഞങ്ങളൊന്നുള്ളത് ആലോചിക്കട്ടെ എന്നൊക്കെ പേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. തിരിച്ചു പോയി ഏതാനും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരും ട്രിവാൻഡ്രത്ത്. അമൃത ഹോട്ടലിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ ട്രങ്കോളാണ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഒരു പിള്ള എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ മിസ്റ്റർ അശോകൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചത്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് പ്രൊഡക്ഷൻ മാനേജർ പിള്ളയാണ്, ഞാൻ പത്മരാജൻ സാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, അശോകനുണ്ടോ? പി പി കോളാണല്ലോ അന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അത് അശോകൻ, ഞാനത് പത്മരാജനാണ്, നാളെ അത്യാവശ്യമായിട്ട് ഇവിടെ ട്രിവാൻഡ്രം ഹോട്ടലിൽ അമൃതയിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീണ്ടും പ്രതീക്ഷയുടെ ഒരു സംഭവം മനസ്സിൽ കൂടെ കയറി. അവിടെ ചെന്ന് കഴിയുമ്പോൾ പപ്പേട്ടനും പ്രൊഡ്യൂസർ കരയാശൻ ചേട്ടനുമുണ്ട്. ഞങ്ങളേതായാലും ഒരു കാര്യം ചെയ്തു, ഇതിനെ എടുക്കാനങ്ങ് തീരുമാനിച്ചു. അയ്യോ അത് ലോട്ടറി ആയി. ഷൂട്ടിങ് ഏതാണ്ട് ഇന്ന സമയമൊക്കെ പറഞ്ഞു. അപ്പോൾ കോളേജിൽ ക്ലാസ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പ്രീ ഡിഗ്രി അന്നത്തെ ഏതോ സെക്കൻഡ് ഗ്രൂപ്പാണ്, പ്രാക്ടിക്കലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൂളായിട്ട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് എങ്ങനെ മാനേജ് ചെയ്യാനത്. ശരി ഓക്കെ പറഞ്ഞു. അപ്പോൾ ഡേറ്റ് ഇനി അറിയിക്കാം, പിള്ളേരെ വിളിച്ച് പറയും ഡേറ്റുകളൊക്കെ. ചിലപ്പോൾ കുറേ ദിവസമൊക്കെ ഉണ്ടാവും, ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അതിനകത്ത് നെയ്യാർ ഡാമിലായിരുന്നു ആദ്യത്തെ സിനിമ. അതിന് മുമ്പ് എന്തെങ്കിലും പരിശീലനം കളരി വല്ലതും ഉണ്ടായിരുന്നു? ഒന്നുമില്ല, ഒരു പരിശീലനം ഇല്ല, ഒന്നുമില്ല. അല്ല അത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
ഒരാളിനെ കാണുമ്പോൾ അറിയാം ഇയാളെ കൊണ്ട് എന്ത് പറ്റും, ഇയാൾ എൻ്റെ കഥാപാത്രത്തിന് സ്യൂട്ടബിളാണോ, ഈ കഥയ്ക്കും കഥാപാത്രത്തോട് യോജിക്കുന്ന ആളോ എന്ന് ഒരുപക്ഷെ അപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അല്ല, അത് കയറി കൊണ്ടാണല്ലോ അദ്ദേഹം. അതാ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അഭിനയിക്കുമെന്നുള്ള അറിയില്ല. പക്ഷേ ശരീരഘടന വെച്ച് ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ചങ്കൂറ്റത്തെ വാസ്തവത്തിൽ ഒരുപാട് ധൈര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ കുറേ ടേക്കൊക്കെ എടുക്കേണ്ടി വന്നോ? ചിലതിനൊക്കെ കുറേ ടേക്ക് വരുന്നു. ടേക്കൊക്കെ പലതും ഒരുപാട് എടുത്തിട്ടുണ്ട്. റിഹേഴ്സലും ടേക്കൊക്കെ ഒരുപാട് പല ഷോട്ടുകളും എടുത്തിട്ടുണ്ട്. മുഷിഞ്ഞ് സംസാരിക്കുക വല്ലതും ചെയ്തില്ല? ഇല്ല, ഒന്നും പറയാം. ഓയിലൊന്നും പറയില്ല. കാരണം എനിക്കതിനുള്ള പ്രായമില്ല. അതൊക്കെ അറിഞ്ഞ് വളരെ നമ്മളോട് വളരെ അനുകമ്പാപൂർവ്വമാണ് സംസാരിക്കുന്നത് പല സ്ഥലത്തും. കാരണം അത് 24 hours പല ദിവസങ്ങളും ഇപ്പോൾ രാവിലെ പോയി 6 ഞാനൊന്നും വീട്ടിൽ 6 മണിക്കൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല. സൂര്യോദയം കണ്ടിട്ടേ ഇല്ല. കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോൾ 7-8 മണിക്കേ എഴുന്നേക്കത്തുള്ളൂ. പിന്നെ എണീറ്റ് എങ്ങനെയെങ്കിലൊക്കെ റെഡിയാങ്ങ് പോകാമെന്നുള്ളേ ഉള്ളൂ. ഇതിങ്ങനെ ഒരാൾ 5-6 മണിക്കൊക്കെ മുമ്പേ നമ്മൾ തട്ടി വിളിച്ച് ഈ പ്രൊഡക്ഷനിലെ പിള്ളേരെ എന്നൊക്കെ ചായ കൊണ്ട് തരുകയും ചെയ്യും. അപ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല. അപ്പോൾ തോന്നും സിനിമയിൽ വരണ്ടായിരുന്നു, ഇത് പോകാറുണ്ട്. ഉറക്കമെല്ലാം പകുതി പോലും ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അത് പോയാൽ ചില ദിവസമൊക്കെ ഈ പടത്തിൽ ഒരുപാട് നൈറ്റ് സീൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാത്രി 12 മണി 1 മണി 2 മണിയൊക്കെ പോയ സന്ദർഭങ്ങളുണ്ട് പല ദിവസങ്ങളും. അപ്പോൾ അത് ഇടയ്ക്ക് പപ്പേട്ടൻ പറയുന്നത് കേൾക്കാം, പിന്നെ ഇപ്പോൾ കൊച്ചു കിടന്ന് ഉറങ്ങിക്കോട്ടെ, ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തുള്ള കൂടെ ഉള്ളവരൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു അനുകമ്പൊക്കെ എന്നോട് കാണിക്കുമായിരുന്നു അദ്ദേഹം. പിന്നീട് അങ്ങോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് പിന്നെ ഷൂട്ട് കാര്യങ്ങൾ പിന്നെ അങ്ങ് പോയി സ്മൂത്തായിട്ടില്ല. പിന്നെ വെച്ചടി കയറ്റായിരുന്നു. എന്നെ അടുത്ത പടം ഈ പറഞ്ഞ പോലെ തന്നെ അതും ഈ പപ്പേട്ടൻ്റെ സിനിമയാണ്, ഒരിടത്തൊരു ഫൈൽമാൻ. ഏകദേശം 250 പരം കഥാപാത്രങ്ങൾ അല്ലേ? റഫ്ലി 46 വർഷം. പക്ഷെ അശോകേട്ടൻ്റെ കഥാപാത്രങ്ങളെല്ലാം അല്ലേ, അത് ആ ഒരു സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഒരു വെറുതെ ഒരു പാസിങ് കഥാപാത്രമല്ല, പക്ഷെ ആ സിനിമയ്ക്ക് പറ്റിയ കഥാപാത്രം. മാത്രമല്ല താങ്കളുടെ സാന്നിധ്യം എല്ലാ സിനിമകൾക്കും അനിവാര്യമായിരുന്നു, അല്ലാതെ വെറുതെ കയറ്റി വിടുന്ന ഒരു കഥാപാത്രമല്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ? അല്ലേ? എല്ലാം ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങൾ. തീർച്ചയായും അങ്ങനെ ഒരു അവസരം ഭാഗ്യം എനിക്കുണ്ടായി. അതൊരു നിമിത്തമാണ് ദേവാസുരം. കാരണം ഞാൻ അതുപോലുള്ളവരുടെ പടത്തിൽ വന്നുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായത്. മുല്ലപ്പൂം പൊടിയേറ്റ് കിടക്കും കല്ലിനുണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ അത്തരം അങ്ങനെയുള്ളവരുടെ പടത്തിൽ വന്നുകൊണ്ടാണ് ഇന്നും അവിടെ ഇവിടെയൊക്കെ നിൽക്കാനുള്ളൊരു കാര്യം വാസ്തവത്തിൽ കിട്ടിയ. അത് ചെയ്തിരിക്കുന്ന എനിക്ക് കിട്ടിയിരിക്കുന്ന റോൾസൊക്കെ കുറച്ച് ടഫ് റോൾസായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കുറച്ച് എൻ്റെ അന്നത്തെ പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റ് റോൾസൊക്കെ ഞാൻ ചെയ്തു. ഇപ്പോൾ പെരുവഴിയമ്മ തന്നെ വാസ്തവത്തിൽ വളരെ വളരെ ടഫായിട്ടുള്ള ക്യാരക്ടറാണ്. അത് ദൈവം സഹായിച്ചു അതൊക്കെ എങ്ങനെയൊക്കെ നന്നായി. ഗോപാലകൃഷ്ണൻ, ഭരതൻ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അമരത്തിലൊക്കെ അഭിനയം തകർത്തില്ലേ മമ്മൂക്കയുടെ കൂടെ? അവരെ എപ്പോഴും ഇങ്ങനെ ജീവിതത്തിൽ മാർക്ക് ചെയ്യാവുന്ന ഒരു പടങ്ങളൊന്നാണ് അവരൊക്കെ. പിന്നെ അങ്ങനെ അല്ല, ഈ അന്ന് ഒരു വേർതിരിവ് ഉണ്ടായിരുന്നല്ലോ, ആർട്ട് ഫിലിം കമേഴ്സ്യൽ ഫിലിംസ് എന്നൊക്കെ അല്ലേ? അപ്പോൾ താങ്കൾ ആർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടുണ്ട്, കമേഴ്സ്യൽ രണ്ട് കാറ്റഗറിയിൽ ഞാനുണ്ടായിരുന്നു, മാറി ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ടുള്ള റോൾസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഒരു സെമി വില്ലൻ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതേസമയം ഹ്യൂമറസ് ചെയ്തിട്ടുണ്ട് റോൾസും കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പൊതുവിലെ ഏതിനോടാണ് ആഭിമുഖ്യം കൂടുതൽ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ എനിക്ക് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഇങ്ങനെ ഒരു ജീൻ നമുക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഞാനതിൽ വിശ്വസിക്കുകയാണ്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഒരു ജീൻ എവിടെ ഉണ്ടാകാം. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബ്ലഡിൽ അഭിനയമുണ്ട്, ജനിച്ചപ്പോൾ നടനായിട്ട് വന്നു, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു സംഗീതജ്ഞനാണെന്നുണ്ടെങ്കിൽ ജനിക്കുമ്പോഴേ അവൻ്റെ സംഗീതം പിന്നെ വ്യത്യാസം. സംഗീതം നമുക്ക് കേട്ട് ജന്മനാ സിദ്ധിയുള്ള പാട്ടുകാരനാവുള്ളൂ. അഭിനയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, കുറേയൊക്കെ നമ്മളിത് കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നതാണ്. കുറേ അഭിനയം പിന്നെ കുറച്ചൊക്കെ പഠിക്കുന്ന കണ്ടുകൂടെ എക്സ്പീരിയൻസാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ട് മറ്റു പലരും നമ്മൾ അഭിനയിക്കുന്നത് നമ്മൾ കണ്ട് ശ്രദ്ധിക്കുകയും പല സിനിമകളിലും പലരുടെ ആക്ടിങ് അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, ഇതൊക്കെ കണ്ടു തന്നെയാണ് ഒബ്സർവ് ചെയ്തിട്ടാണ് കുറേ കിട്ടുന്നത്. അതായത് ജനിക്കുമ്പോൾ മുതലേ ഒരിക്കലും ഒരു ആക്ടറായിട്ട് ജനിച്ചു എന്നോ ആക്ടറാണെന്നോ ഒരിക്കലും പറയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. മറ്റു പേർക്ക് പല അഭിപ്രായം ഉണ്ടാവും.
എനിക്ക് തോന്നുന്നു ഇപ്പോൾ സംഗീതം അല്ല ചിത്രരചന എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ തന്നെ ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ എനിക്കറിയില്ല. ഒരുവിധം അല്ലെ മലയാളത്തിലെ എല്ലാ നടന്മാരുടെ കൂടെയും മിക്കവാറും സാധിച്ചിട്ടുണ്ട്. ഭാഗ്യമല്ലേ അല്ലേ? തീർച്ചയായിട്ടും നമ്മളൊക്കെ മുമ്പ് വന്ന മൗസാറിൻ്റെ കൂടെ വരെ ഞാൻ അഭിനയിച്ചു. മൗസാറിൻ്റെ കൂടെ അത് വലിയൊരു ഭാഗ്യമായി. മൗസാറിൻ്റെ കൂടെ അഭിനയിച്ച മൗസാറുടെ നല്ല സൗഹൃദമുണ്ട്. അത് കുറേ മുമ്പ് 80s 90s ഒക്കെ ഞാൻ സാറിനോട് അഭിനയിച്ചാണ്. അങ്ങനെ സുമാരി ചേച്ചി, പിന്നെ അടൂർ ഭവാനി ചേച്ചി, അടൂർ പങ്കജൻ ചേച്ചി, KP ലളിത ചേച്ചി, ശാന്തകുമാരി ചേച്ചി, ഫിലോമന ചേച്ചി, ആറന്മുളപ്പൻ്റെ മേമ, കവിയൂർ പന്നമ്മ ചേച്ചി, TR ഓമന ചേച്ചി, ഇങ്ങനെ ഓർക്കാവുന്നതല്ല. അടൂർ ഭാസി ചേട്ടൻ, ബഹദൂർ ഖാ, ശങ്കരാടി ചേട്ടൻ, അങ്ങനെ ഒരുപാട് നസീർ സാറിനോട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായില്ല. ഒരു പടം അന്ന് ഒരു കാസ്റ്റിങ്ങിൽ വന്നാൽ നസീർ സാറിനെ എന്നെയും വെച്ചൊരു പടം അന്ന് ഒരു 85, 86 പടം വന്നു. പക്ഷേ അത് ആ സമയമായപ്പോഴത്തേക്ക് എൻ്റെ പ്രൊഡ്യൂസർ ഫൈനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി ആ പടം ക്യാൻസലായി. അതെനിക്ക് വലിയ വിഷമമായി പോയി. അങ്ങനൊരു പടം എനിക്കൊരു ആഗ്രഹമായിരുന്നതൊക്കെ. അങ്ങനെ ഇപ്പോൾ മാറി വേറെ എല്ലാവരും കൂടെ KP മുറുകൻ, സോമേട്ടൻ, സുമാരൻ ചേട്ടൻ വന്ന ഇവരൊക്കെ കൂടെ അഭിനയിച്ചാണ്. പിന്നെ തോമസ് കുട്ടിയാണ് ഒരു വഴിത്തിരിവായതല്ലേ? തോമസ് അല്ല, വഴിത്തിരിവ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കുറെ കൂടി ജനകീയനായി. എല്ലാവരും ഇപ്പോഴും പറയും തോമസ് കുട്ടി വിട്ടോടാ. അതെ, എവിടെ ചെന്നാലും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തോമസ് കുട്ടി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, പിന്നെ ഇവനീ ക്യാരക്ടേഴ്സ് പിന്നെ ഈ പ്രണാമം എന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ പ്രണാമം. പിന്നെ തൂവാനത്തുമ്പികൾ. പിന്നെ ഈ അന്നത്തെ യങ്സ്റ്റേഴ്സ് ജാലകം ഇതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആക്കാം. അത് കുറച്ചൊരു സീരിയസ് ക്യാരക്ടറായിരുന്നു. ഈ ഹ്യൂമറൊന്നും ഒട്ടും പോലും ഇല്ലാതെ വളരെ സാധുവായ ഒരു കോളേജ് വിദ്യാർത്ഥി, ഒരു പിന്നെ അബദ്ധത്തിൽ പല കൂടാക്കുന്ന പിള്ളേർ മുതലെടുത്തിട്ട് അയാളെ ഒരു മർഡർ കൊണ്ട് എത്തിക്കുന്നു. സാധുവായ അന്ന് അവനും ജയിലിൽ പോകുന്നത് അത് സാധാരണ മനുഷ്യൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ ഇടനാഴിലൊരു കാലച്ചാ സിനിമയില്ല അന്ന് ഈ പിള്ളേരുടെ ഒക്കെ ഒരു ആ ക്യാരക്ടർ വട്ടോളി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഭയങ്കര കുറച്ച് റീച്ചായ ക്യാരക്ടറാണ്. അങ്ങനെ പ്രണാമമുണ്ട്. വിനീതും കാർത്തികയും അതെ അതെ അതെ. പിന്നെ അങ്ങനെ ഇപ്പം ഒരുപാട് പ്രഗത്ഭരോട് വർക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പം ക്യാമറ രാജഗോപാൽ സാറിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചു. മാർക്കസ് ബെട്ട്ലി അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതൊരു ഭാഗ്യമായിട്ട് കരുതാണ്. പിന്നെ ദാസേട്ടൻ പാടിയ പാട്ടുകൾ ചുണ്ടാക്കാൻ സാധിച്ചു. ദൈവം സാധിച്ചു. കുറേ നല്ല ഹിറ്റ് സോങ്സ് ശ്രീകുമാരൻ തമ്പി, ONV കുറുപ്പ്, P ഭാസ്കരൻ ഇവരുടെയൊക്കെ പാട്ടുകൾ ചുണ്ടാക്കാൻ സാധിച്ചു. വയലാർ സാറിൻ്റെ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ദാസേട്ടൻ്റെ പാട്ടുകളല്ലേ അതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദാസേട്ടൻ പാടി അഭിനയിക്കാൻ. അതെ അതെ അതെ. ദാസേട്ടൻ കുറേ പാട്ട് പാടി ചുണ്ടാനിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ആ പാട്ടെല്ലാം എന്തോ ഭാഗ്യത്തിന് അതെല്ലാം ഹിറ്റുമാണ്. ആ പാട്ടുകളെല്ലാം 1978 തുടങ്ങുന്നത് അഭിനയം. അതെ. ഇപ്പോഴത്തെ 2025 താങ്കൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഈ ഗോൾഗട്ടി പാലസിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അതെ അതെ. ഈ ട്രാൻസ്ഫോർമേഷനെ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത് താങ്കൾ? ഈ അഭിനയിക്കുന്നത് അന്നാണെങ്കിൽ ഇന്നാണെങ്കിലും നമ്മൾ അഭിനയിച്ചേ പറ്റുള്ളൂ. ആക്ടർ എന്നുള്ളതല്ലേ പറയാൻ. അത് അപ്പോഴും ഇപ്പോഴും അഭിനയിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികത തന്നെ വേണം. സ്വാഭാവികമായി അഭിനയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആക്ടേഴ്സിൻ്റെ ധർമ്മം ശരിക്കും പറഞ്ഞാൽ. അത് പിന്നെ ചില സീനുകളോ അല്ല ചില ഡയലോഗുകളോ ചില സിനിമകളോ ചില സബ്ജക്റ്റും ക്യാരക്ടറും ചിലപ്പോൾ ആ സ്വാഭാവികത ഇപ്പോൾ പല സിനിമകളും ഉണ്ടായെന്ന് വരില്ല. അതെ അതെ. അതങ്ങനെ ചെയ്യുമ്പോൾ വെച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് സ്വാഭാവികമുള്ള സീനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിനയിക്കാനും വളരെ ഈസിയാണ് കുറച്ചുകൂടെ. അല്ലാത്ത പല സിനിമകളിലും പല ഡയലോഗുകളോ അല്ലെങ്കിൽ ചില ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ടോ? ഒരിക്കലും കിട്ടാം. ഒരു കഥാപാത്രത്തോട് 100% ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന വേഷങ്ങളൊക്കെ ഇപ്പം എടുത്തു പറയുന്ന പല വേഷങ്ങളെന്ന് പറയുന്നു. അതിനകത്തൊക്കെ തന്നെ ഞാൻ ചെയ്ത് എൻ്റേതായി നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ അതിനകത്ത് ചില പിന്നെ തൃപ്തി കുറവൊക്കെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ. അത് പക്ഷേ കാണുന്നവർക്ക് അത് തോന്നുന്നില്ല. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഡയറക്ടറൊക്കെ ചിലപ്പോൾ അതായിരിക്കത്തില്ല ഓക്കെ എന്ന് പറയുന്നത്. അല്ലേ അവരെ ഓക്കെ അല്ലാത്ത നമുക്കിപ്പോൾ ഓക്കെ ആവും. ഇങ്ങനെയൊക്കെ പല കാര്യമുണ്ട്. പിന്നെ ഒരു ടേക്കൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് തൃപ്തിയായിട്ട് തോന്നുന്നൊരു സാധനത്തിന് ചിലപ്പോൾ റീടേക്ക് വരും. ചിലപ്പോൾ അത് ഒരു ടെക്നിക്കൽ സൈഡായിരിക്കും പ്രശ്നം. ലൈറ്റ് പോയി അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എന്താ അവിടെ ശബ്ദം കേട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ പല പ്രശ്നങ്ങളും അവിടെ സൗണ്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ. ആരാണ് ഏറ്റവും വലിയ ക്രിറ്റിക്ക്? ഇപ്പം എൻ്റെ വീട്ടിൽ അല്ല വീട്ടിലോ പുറത്തോ അല്ല സുഹൃത്തുക്കളോ?
സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് തന്നെയാണ്. ആണല്ലേ? ആ അച്ഛൻ്റെ എല്ലാ ചിത്രങ്ങളും കാണാറുണ്ട്. മിക്കവാറും കാണാറ്. അവർക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമ അതിലൊന്ന് പെരുവഴി അമ്പലമാണ്. ആണല്ലേ? വിഷുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാ? വിഷുവിന് ആദ്യം മനസ്സിൽ തോന്നുന്നത് ഈ പടക്കം പൊട്ടിയലാണ്, പൊട്ടാസ്. അതാണ് എൻ്റെ ഓർമ്മ പ്രധാനമായിട്ടുള്ളത്. അന്ന് അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ത്രില്ല് വാസത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വിഷുവിൻ്റെയൊക്കെ മാക്സിമം കോളേജ് വരെ. അന്ന് ഈ നമ്മൾ സാറിപ്പോൾ വടക്കോട്ടൊക്കെ കേരളം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈ ദീപാവലിക്കാണ് ഇമ്പോർട്ടൻസ്. അതെ അതെ. വിഷു എന്ന് പറയുന്നത് മലബാറുകാരുടെ ഉത്സവം. മലബാറുകാരുടെ ഉത്സവം അല്ലേ? അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നോൺ വെജ് സദ്യ. അതെ. അല്ല, അത് മലബാറിൽ. പക്ഷേ ഈ ഞങ്ങളുടെ പദ്ധതി കൂടുതലും വെജിറ്റേറിയൻ. ഞാനൊക്കെ കഴിച്ചിരിക്കുന്നതല്ല. നമുക്കൊക്കെ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും നോൺ വെജ് അല്ലേ? നോൺ വെജ്. നമ്മൾ പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പക്ഷേ കൂടുതലും പേര് അന്ന് ഇപ്പൊക്കെ മാറി കേട്ടോ. ഇപ്പം യങ്സ്റ്റേഴ്സ് പിള്ളേർക്കതൊന്നും അവരോട് ഇറച്ചിയോ അങ്ങനെ ചിക്കനും മറ്റേ മറിച്ചതും ഫിഷും ഒക്കെ വേണ്ടി അത് ഇല്ല. നമ്മളൊക്കെ ഇപ്പോഴും കുറച്ചൊക്കെ നോക്കുന്നവരുണ്ട് വീട്ടിൽ. മറ്റു സ്ഥലങ്ങളിൽ പോയാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും. അതോ വിഷു കൈനീട്ടമൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരുന്നു. ഈ വിഷുവിൻ്റെ ഏറ്റവും നമുക്ക് സന്തോഷമുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കൈനീട്ടം കിട്ടുക എന്നുള്ളതാണ്. അത് പ്രായത്തിൽ മൂത്തവരെ ആരെ കണ്ടാലും വേണേൽ പോയി ചോദിക്കും. അതെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ദിവസം പറഞ്ഞാൽ അച്ഛനോടൊപ്പം അച്ഛൻ്റെ കൈനീട്ടം അന്ന് ഈ അന്നത്തെ 25 പൈസ 4 അണ എന്ന് പറയും. 4 അണ 25 പൈസയുടെ ഒരു തൊട്ട് 4 അണ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് വലിയ എമൗണ്ടാണ്. അന്നും വലിയ പൈസയാണ്. 10 പൈസ വലിയ പൈസ ആണ്. 10 പൈസ പിന്നെ 5 പൈസ ഇതൊക്കെ നമ്മളന്ന് 2 പൈസ 3 പൈസ കണ്ട കാലമുണ്ട് ഞങ്ങളുടെ സ്കൂൾ പഠിക്കുന്ന സമയത്ത്. പിന്നെ അതൊന്നുമില്ലല്ലോ. ഈ 25 പൈസ 50 പൈസ 8 അണ എന്ന് പറയും. ഇതൊക്കെ കൊണ്ട് അച്ഛൻ്റെ കൈനീട്ടം അമ്മയുടെ ഇതുപോലെ വാങ്ങിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വളരെ പ്രായമുള്ള സ്വാതന്ത്ര്യമുള്ളവരോട് ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ അമ്മാവിൻ്റെ അടുത്തൊക്കെ കൈകീട്ടം വായിക്കുന്നതൊക്കെ വായിക്കുന്നത് 2-3 പൈസ ഒക്കെ എടുത്ത് തരും. തമാശ കാണിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ പൈസ എത്ര അന്ന് ഈ 3 പൈസ 5 പൈസയൊക്കെ ഒരു വാല്യൂ ഉണ്ടെന്ന്. ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് നമ്മുടെ ഈ പരിപ്പൂടെയൊക്കെ വാങ്ങിക്കും. അതെല്ലാം കൂട്ടി കഴിയുമ്പോൾ ഒരു 10-25 1 രൂപയൊക്കെ ഉണ്ടാവും. 1 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് സാധനം കിട്ടും. ഈ മറ്റേ അന്നത്തെ നാണയമല്ല, 1 രൂപ നോട്ടാണ്. ഒറ്റ നോട്ട് 1 രൂപേൻ്റെ. ഞാൻ ഇന്നും 1 രൂപ എൻ്റെ ബാഗിൽ പൈസ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അന്ന് ഒരുപാട് ഇതാ ത്രില്ല. വെളിയിൽ പോയി ഒരു സാധനം വാങ്ങിക്കാന്നൊക്കെ പറയും. ചായ കാപ്പി കുടിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഈ പരിപ്പ് വട, പപ്പട ബോളി, പിന്നെ ഒരു കേക്കുണ്ട്. ഈ 2 സൈഡ് ഇങ്ങനെ ഇരിക്കുന്ന കേക്കുണ്ട്. നമ്മുടെ നാടൻ കടകളിലൊക്കെ പല ഉണ്ടത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പഴംപൊരി. ഇതൊക്കെ അന്നത്തെ അട്രാക്ഷൻ. ഇത് പോയി കഴിക്കുക എന്നുള്ളതാണ്. ഈ പൈസ കുട്ടിയെല്ലാം അങ്ങനെ ചെയ്യുന്നത്. എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്കുള്ള ഈ പറഞ്ഞ പോലെ സദ്യ, വിഭവസമൃദ്ധമായൊരു സദ്യ. അത് കഴിഞ്ഞു അതോടി. പാട്ട് പാടണം എന്നുള്ള ആഗ്രഹം എന്തായാലും പൂർത്തീകരിച്ചു അല്ലേ? പൂർത്തീകരിച്ചു. ഞാൻ സിനിമയിൽ പാടുക മാത്രമല്ല സംഗീത സംവിധായകൻ ആയി. അത് ഇപ്പോൾ പാലും പഴവും സിനിമ VK പ്രകാശ് സംവിധാനം ചെയ്തത്. അൺഎക്സ്പെക്റ്റഡ്ലി ആണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എവിടെയോ ഒരു മോഹം, ഒരു വലിയൊരു ആഗ്രഹം. അത് പെട്ടെന്ന് ഈ തടഞ്ഞു വീണൊരു സാധനം താഴോട്ട് വീണവരായി. അതിനകത്തൊരു 3-4 പാട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ VK പ്രകാശ് പാട്ടിൻ്റെ വലിയൊരു ആരാധകനാണ്. ഭയങ്കര ഇഷ്ടമാണ് പാട്ടെന്ന് പറഞ്ഞാൽ. അല്ല, സിനിമയ്ക്ക് ശരിക്കും പാട്ട് വേണ്ടേ അല്ലേ? സിനിമയ്ക്ക് പാട്ട് നല്ലതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതിന് വലിയ പ്രാതിനിധ്യം ഉണ്ടോ? പിന്നെ ഒരു എന്താണ് സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത പാട്ടുകൾ. ഇപ്പോൾ പാട്ടെന്ന് എന്താ പറയുന്നത്, നമുക്ക് ഇപ്പോൾ മുമ്പത്തെ പാട്ടുകളൊന്നും പലവും നമുക്ക് ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അന്നൊരു സംഗീതത്തിന് സിറ്റുവേഷൻ വേണ്ടി നല്ല സംഗീതം അതിനു വേണ്ടി താല്പര്യപ്പെടുത്തും അധ്വാനിച്ചും ആത്മാർത്ഥമായിട്ടും അന്ന് കമ്പോസ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകുമ്പോൾ എൻ്റെ അറിവ് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് പല സിനിമകളിൽ പാട്ട് നല്ലതുണ്ട്. പക്ഷേ ചിലതൊക്കെ വേണ്ടാത്തടത്തും പാട്ട് വെക്കുന്നു. ഇങ്ങനെ വെക്കുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞിങ്ങനെ ആ ഒരു ലെവലിൽ പല സിനിമകളിലും പല പാട്ടുകളും അങ്ങനെ തോന്നുന്നുണ്ട്. എല്ലാമല്ല, പല സിനിമകളും അങ്ങനെ തോന്നാറുണ്ട്. പാട്ടിനെയോ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല, പക്ഷെ അങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇതിനകത്തൊരു 3-4 പാട്ട്. അശോകേട്ടൻ്റെ കഥാപാത്രങ്ങൾ അല്ലേ പാടിയ നല്ല പാട്ടുകളുണ്ടല്ലോ അല്ലേ? അതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? അത് കുറേ ഉണ്ടല്ലോ. ഒന്ന് ജാലകത്തിലെ ഇഷ്ടമാണ്. ഒരു തലം മാത്രം. പിന്നെ പാതിരാമഴ എഴുതുമോ, പിന്നെ അതന്നെ ഇരുഹൃദയങ്ങളിൽ ഒന്നായി വിഷു. അയ്യോ, അത് ഒന്നാമത്തെ പാട്ടുകളല്ല. അങ്ങനെ അത് എഴുതിയത് ഭാസ്കര മാഷാണ്.
പി ഭാസ്കരൻ മാഷ, അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് അപ്പോൾ പാലും പഴവും അതിൽ പാലും പഴവും ആണ്. പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു ഫുൾസിംഗ് പാട്ടെന്ന് പറഞ്ഞാൽ അതാണ്. അതിലടിപൊളി ചെത്തുപാട്ട്. സംഗീത സംവിധാനം മനസ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ തിയേറ്റർ റിലീസായിരുന്നില്ല, അത് ഓൺലൈനിൽ കൂടെ അതിൻ്റെ പ്രൊഡ്യൂസർ അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ റിലീസ് ചെയ്യുക ചെയ്തത്. എന്തുകൊണ്ടാണ് അതിന് വേണ്ട ആ ഒരു അംഗീകാരം അത്യാവശ്യം അങ്ങനെ ഒരു ഇത് ഉണ്ടായില്ല. അത് എഴുതിയത് ശ്രീകുമാരൻ തമ്പിച്ചാണ്. അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. പാടിയത് ജേട്ടനാണ്, ജയചന്ദ്ര ചേട്ടൻ, അതും ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യങ്ങൾ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട പഴയ പണ്ടുപോലെ മനസ്സിൽ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ രീതിയിൽ സാധിച്ചു എന്ന് വേണം പറയാൻ. അത് വലിയ സംതൃപ്തിയാണ് എനിക്ക്. ഇവരിങ്ങനെ ഒരു കൂട്ടായ ഒരു സഹകരണത്തിൽ എനിക്കും പെടാൻ പറ്റി, ഒന്നിച്ച് പോകാൻ പറ്റി, ഇതൊക്കെ വലിയ ഭാഗ്യം എന്നെ സംബന്ധിച്ചത്. അപ്പോൾ ഈ വിഷുദിനത്തിൽ നമ്മുടെ ജനം ടി വി പ്രേക്ഷകർക്ക് ഏത് പാട്ടാണ് അശോകേട്ടൻ സമ്മാനിക്കുന്നത്? അശോകേട്ടൻ പാടിയ പാട്ട് തന്നെയാണോ? അതായത് സിനിമയിൽ യഥാർത്ഥത്തിൽ പാടിയ പാട്ടുണ്ട്, പാലും പഴവും. സിനിമയിൽ പാടിയ പാട്ടുണ്ട്. ഞാനല്ല പാടിയതല്ലാത്തൊരു പാട്ട് പാടാം അതുവരെ. പിന്നെന്താ? യവനിക എന്നൊരു സിനിമയിൽ ആദ്യത്തെ ഒരു തുടക്കഗാനമുണ്ട്. യവനികയിലെ ഒരു നാടകത്തിൽ ആദ്യം തുടങ്ങുന്ന സംഭവമുണ്ട്, കുറുപ്പ് സാറിൻ്റെ. കദളി വനങ്ങളിൽ പാടുന്ന കളിത്തത്തെ കഥകളുറങ്ങുമീ മണ്ണിൻ്റെ മണിമുത്തേ, ഇനിയുമൊരു കഥ പറയാൻ പോരൂ, ഇനിയുമൊരു കഥ പറയാൻ പോരൂ, കതിർമണികൾ കണികളും നേദിക്കാൻ പോരൂതത്തേ, ഇവിടെയുറങ്ങുന്നു ശിലയായ ഹല്യമാ, ഇനിയും തോന്നിയിലയോ ഭൂമി ധന്യകൻ കണ്ണീ, അപമാനിതയായ പാഞ്ചാലിയുടെ ശാപശപഥങ്ങൾ തൻ കഥ ഇവിടെ തുടരും, മലർക്കുമ്പിളിൽ ഒരു മാതളക്കനിയുമായി വിളിപ്പൂകാലം കഥ തുടരൂ നീയൻ തത്തേ. ഭരതമുനിയൊരു കളം വരച്ചു അല്ലേ? അയ്യോ, ദാസക്കാളിദാസക്കരുക്കൾ വെച്ചു, ഭരതമുനിയൊരു കളം വരച്ചു. ത്രില്ലിംഗ് ആയിട്ടുള്ള സോങ്ങാണത്, പടവും. അപ്പോൾ എന്തായാലും പാട്ടുകാരനായി, അഭിനേതാവായി, സംഗീത സംവിധായകനായി, സംവിധാനം എന്തോ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഇടയ്ക്ക് കേട്ടിരുന്നു. അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാം തികഞ്ഞ, അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് എല്ലാം ഓക്കെയാണ്, എനിക്ക് വളരെ ഈസിയാണെന്നുള്ള രീതിയിലൊന്നും അല്ല. മറ്റു പലരുടെ സഹായത്താൽ ഒന്ന് രണ്ട് ഈ കോവിഡ് സമയത്ത് അങ്ങനെ ഒരു ചെറിയൊരു ഒരു പരിപാടി പ്ലാൻ ചെയ്തു. പക്ഷേ കോവിഡ് ആ സമയത്ത് പ്ലാൻ ചെയ്താണെങ്കിൽ ആയതുകൊണ്ടും കോവിഡ് ആയതുകൊണ്ടും നടന്നില്ല അന്ന്. അത് നടന്നില്ല, അതുകൊണ്ട് മാത്രമല്ല, ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന 2-3 പേരുടെ ഒരു പിന്നെ അവൈലബിലിറ്റി കുറവുണ്ടായിരുന്നു. അവർക്കൊന്നും ആ സമയത്ത് ഡേറ്റ് കുറേ ഡേറ്റ്സിൻ്റെ കുറേ പ്രശ്നമുണ്ടായി. ഇപ്പോഴും ഉണ്ട് മനസ്സിലെ എവിടെയോ കിടപ്പുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പിന്തള്ളിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അന്ന് തൽക്കാലത്തേക്ക് അതങ്ങ് പോസ്റ്റ്പോൺ, അതങ്ങ് പെൻഡിങ്ങിലായി. ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ എക്സ്പെർട്ട് ആയതുകൊണ്ടുമല്ല. അത്യാവശ്യമൊക്കെ എന്തെങ്കിലും അവിടെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ, കൂടെ നമ്മുടെ മറ്റാൾക്കാരെ ഈ കൂട്ടായ സഹകരണമില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടോ അതിനകത്തോ? അല്ല, ഞാൻ ചെയ്യണം. ഇല്ല, അതെ, ഞാനിപ്പം ഇത്രയും ചെയ്തിരിക്കുന്ന ഈ വേഷങ്ങളൊന്നും മനസ്സിൽ നിന്നും ആഗ്രഹിച്ചോ ഉദ്ദേശിച്ചോ ഒരു ഐഡിയ ഒന്നും ഉള്ള ക്യാരക്ടറല്ല എനിക്ക് വന്ന് കിട്ടിയൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കാതെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ വന്നിരുന്നതല്ല എനിക്ക് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ന രീതിയിലൊരു കഥാപാത്രം എന്നൊരിക്കലും പറയാൻ സിനിമയിൽ ഒരിക്കലും പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം എന്നൊരിക്കലും പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ വന്ന് ഭവിക്കുന്നു. എനിക്ക് ആദ്യ സമയങ്ങളിലൊക്കെ പെരുവഴിമ്പലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇനി എങ്ങനെ ഒരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പെരുവഴിമ്പലും ഇടത്തൊരു ഫൈൽവാനും
ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ ഈ രൂപമൊക്കെ വെച്ച് എങ്ങനെ ഞാൻ പടത്തി അഭിനയിക്കും? സിനിമയെന്ന് പറഞ്ഞാൽ ഗ്ലാമറിൻ്റെ ഒരു വലിയൊരു ഇതാണ്. അത് പിന്നെ ഒരിക്കലും നടക്കത്തില്ല. അതൊക്കെ ഞാൻ വല്ലാതൊരു പല സന്ദർഭങ്ങളിൽ ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഈ കള്ള നോട്ടത്തെ കുറിച്ച് അറിയാൻ പറഞ്ഞിട്ടുണ്ടോ? ആ പലരും പറയാറുണ്ട്. എന്നെ ഒരുപാട് മീൻകറി ഒരുപാട് കൊല്ലാറുണ്ടല്ലോ അല്ലേ. മീൻകറിക്കാരാണല്ലോ ഇത് ആദ്യം കൊണ്ട് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ക്യാരക്ടറൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ടല്ലേ? ഭയങ്കര സൂത്രക്കാരായിട്ട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ അതെ. അശോകേട്ടനോട് ഒരു റിക്വസ്റ്റ്. നമ്മുടെ ഉള്ളടക്കത്തിലെ അത് താങ്കൾ പാടിയ പോലെ തന്നെയാണ്. എന്നോട് ചില പാടിയതാണ്. പാടിയ ഒരുപാട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആസ്വദിച്ചങ്ങ് അല്ലേ, അതിൽ ലയിച്ചങ്ങ് പാടിയിട്ടുണ്ട്. ഊട്ടിയിലെ ഡിസംബർ മാസത്തിൽ ഷൂട്ട് ചെയ്തത്. തണുപ്പുകൊണ്ട് കിടകളെ വറക്കുന്ന സമയത്താണ് രാത്രി പോയി ഈ പാട്ട് ചെയ്യാൻ പാടുന്നത്. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അത് അങ്ങനെ ആ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. വരികൾ ഔസേപ്പച്ചൻ്റെ സംഗീതം, മനോഹരമായ വരികളും ഒന്നാന്തരം സംഗീതമാണ്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. അത് പാടി സത്യത്തിൽ അത് അഭിനയിക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം ഇതിനകത്ത് ഈ താളം കുറച്ച് ചില സ്ഥലങ്ങളിൽ ഇത്തിരി പ്രശ്നമുണ്ട് നമുക്ക്. പുള്ളിയെ മനസ്സിൽ താളം കറക്റ്റാണ് ഔസേപ്പച്ചൻ. പക്ഷേ ഈ കറക്റ്റ് സമത്തിലല്ല ചില സാധനം വരുന്നത്. ഒരു നെല്ലയുടെ വ്യത്യാസത്തിലൊക്കെ അടുത്ത സ്റ്റാൻഡ്സാണ് തുടങ്ങുന്നത് ഷൂട്ട് ചെയ്യാതെ. അപ്പം ഞാനൊക്കെ ഞങ്ങൾ പാടി കഴിഞ്ഞപ്പോൾ ഇത് അന്ന് കൂടെ ഇത് പാട്ട് കേട്ട് പാടി ജഗതിച്ചേട്ടനൊക്കെ പറയുമായിരുന്നു. അത് അവരെ കണ്ട ഇത് അവിടെ എന്തോ പാടാച്ച പ്രയാസമുണ്ട്, അവർ പാട്ടുകാരനായിട്ട് തന്നെ വിഷമമാവുന്നൊക്കെ ജഗതിച്ചേട്ടൻ പറയുമായിരുന്നു അന്ന്. പുള്ളി കമ്പോസിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ സമതല നെറ്റിയവരുടെ സംഭവമില്ല. അപ്പം അത് ഈ തബലയുടെ ഒക്കെ ഒരു ടോണൊക്കെ ഒന്ന് അങ്ങനെ മാറ്റിയും മറിച്ചുമൊക്കെ വേറെ ടോണിലൊക്കെ അടിച്ചൊക്കെ അതിൻ്റെ ആ പാട്ടിൻ്റെ പ്രത്യേകത വന്ന് അതിൽ കുറേ പേരെ ക്ലോസപ്പ് ഇങ്ങനെ കാണിച്ച് ഒരു 4 വരി ആയാലും പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി. അല്ലേ, പാടണം എന്നുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു അഭിനിവേശം, ഇങ്ങനെ കുറേ നല്ല പാട്ടുകൾ സിനിമയിൽ പാടിക്കൊണ്ടല്ലേ, സിനിമയിൽ അങ്ങനെ കഥാപാത്രത്തിലൂടെ പാടിക്കൊണ്ട് കഥാപാത്രത്തിൽ പാടാൻ പറ്റി. അത് നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ചില സിംഗേഴ്സിൻ്റെ ശബ്ദത്തിൽ ചുണ്ടറക്കാൻ സാധിച്ചു. വരികൾ എഴുതിയിരിക്കുന്നതോടുകൂടെ സംഗീത സംവിധാനമൊക്കെ വെച്ചു. അത് അങ്ങനെയൊക്കെ ഭാഗ്യമുണ്ടായി. ദേവരാജൻ മാസ്റ്ററുടെ ഒരു സംഗീത സന്ധ്യയ്ക്ക് എനിക്ക് അതിലൊരു പാട്ട് പാടാൻ സാധിച്ചു. അതൊക്കെ ഭാഗ്യങ്ങളൊന്നാണല്ലോ. വരാർ അനുസ്മരണം കുറേ വർഷത്തിന് മുമ്പ് അന്നും വേണ്ടത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത പിന്നെ പാട്ടുകളായിരുന്നു. വയലാർ ദേവരാജൻ്റെ ടീമിൻ്റെ. അത് ദേവരാജൻ മാസ്റ്റർ സാന്നിധ്യത്തിൽ പാടാൻ സാധിച്ചു. അദ്ദേഹം സ്റ്റേജിൽ കണ്ടക്ട് ചെയ്യാൻ സ്റ്റേജിൽ. അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. അതൊക്കെ ഭാഗ്യമായിട്ട് കരുതിയായിരുന്നു. അതൊക്കെ അശോകട്ടെ, ഈ പെരുവഴി അമ്പലത്തിൽ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? അത് വലിയ ചോദ്യമാണ്. എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു ആൻസർ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? ഓരോരുത്തരുടെ തലയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, നീ ഇന്ന ആളായിട്ടങ്ങ് മാറുക, എനക്ക് അതാണ്, ഇത് മതി, അത് വേണ്ട. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ സത്യം ചിന്തിച്ചിട്ടേ ഇല്ല. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില ചില കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ആ വന്ന സിനിമയിൽ വന്ന സമയങ്ങളിൽ. കാരണം ഇതൊരു ശാശ്വതമായ ഫീൽഡല്ല എന്നുള്ളത് നമുക്കറിയാം. അന്ന് പറയാം, ഇന്നും അറിയാം. അങ്ങനെയൊക്കെ കുറേ കാലം സത്യത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെ 46 years എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ലല്ലോ. അതെ, ഇപ്പോഴും അങ്ങനെയൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു ഈശ്വര സഹായത്താൽ. അല്ല, അന്ന് ഞാൻ ഈ പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോ ജോലിക്കൊക്കെ ഞാൻ മനസ്സിൽ ഒരു ശ്രമം നടത്തിയ പണ്ട് സിനിമയിൽ വന്ന് അധികം കാലമാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ നോക്കിയാൽ പണ്ട് അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ. നല്ല സൗഹൃദങ്ങളുണ്ടോ? നല്ല സൗഹൃദങ്ങളുണ്ടോ സിനിമയിൽ? സിനിമയിൽ സൗഹൃദങ്ങളുണ്ട്. പക്ഷെ സിനിമയിൽ നമുക്ക് സൗഹൃദം നമുക്ക് ഒരു
അത് പൂർണ്ണ സൗഹൃദം ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ കാഴ്ചപ്പാട് അത് ഒരു കുറ്റമോ കുറവോ ഒന്നുമല്ല. സിനിമയുടെ സ്വഭാവം തന്നെയാണ് സൗഹൃദം. അങ്ങനെയല്ലേ ഉള്ളൂ. സിനിമയിൽ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെയൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ തോന്നലും കിടക്കുള്ള അങ്ങനെയാണ്. എല്ലാവരുടെ സൗഹൃദമുണ്ട്. സിനിമ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ മാത്രം നമുക്ക് സൗഹൃദം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം ഉണ്ട്. കുറച്ച് പേരുണ്ടാവും. ഞാൻ ഒരു ഇത്ര പെർസെൻ്റൊക്കെ കുറച്ച് പെർസെൻറ്റേജ് ഉണ്ടാവും. അതിൻ്റെന്ന് പറയുന്നില്ല. സാധാരണ ഇതിൽ കുറവാണ്. കാരണം ഒരു ബിസിനസ് രംഗത്ത് സൗഹൃദം, ബിസിനസ് നടക്കാൻ വേണ്ടിയുള്ള സൗഹൃദം മാത്രമേ സാധാരണ ഉണ്ടാവും. ഇതൊരു ബിസിനസ്സല്ലേ സിനിമ എന്ന് പറയുന്നത്. നമുക്കിത് കലയാന്നൊക്കെ പറഞ്ഞാലും അതൊരു കച്ചവടം ആയിട്ടുണ്ട്. കച്ചവട സമയത്തല്ലേ നല്ല സൗഹൃദമായിരിക്കും. കച്ചവടം കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം പോകാന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കുറച്ച് ശതമാനം ഉണ്ടാവും സൗഹൃദം പൂർണ്ണമായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്ന കുറച്ചുണ്ടാകും. അത് ഞാൻ അല്ലെന്ന് പറയില്ല. സിനിമയും പൊളിറ്റിക്സും താരതമ്യം ചെയ്യുമ്പോഴോ എവിടെയാണ് കുതികാൽ വിട്ടും കാലുവാരലൊക്കെ? അത് പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും ഞാൻ കേട്ടതൊക്കെ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ട്. സിനിമയിലും ഉണ്ട്, സിനിമയിലും ഉണ്ട്, അതൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടോ? ഒരു സ്റ്റാർഡം ഇപ്പം നോക്കൂ, അശോകേട്ടൻ ഞാൻ പിന്നെ മുന്നിലിരുത്തി അധിക്ഷേപിക്കില്ല, വലിയ സുന്ദരനൊന്നുമല്ല. പക്ഷെ നോക്കൂ, താങ്കൾക്ക് 4.5 പതിറ്റാണ്ട് ഈ മേഖലയിൽ പിടിച്ചു വെക്കാൻ പറ്റി അല്ലേ? അപ്പം സൗന്ദര്യം ഒരു ഘടകമൊന്നുമല്ല. സൗന്ദര്യം ഒരു ഘടകം ഇപ്പോഴല്ല. നിങ്ങളുടെ ആ ഒരു കഴിവ് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള അല്ലേ, എന്തോ നമ്മുടെ ഒരു വിധിയാണ്, ദൈവാധീനം എന്നൊക്കെ പലതും പറയാം. അങ്ങനെ ഭാഗ്യമാണൊക്കെ പറയാം. അല്ല, ഇപ്പോഴും നിൽക്കുന്നത് 4 പതിറ്റാണ്ടായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് എന്തോ ചില എത്ര പേര് വന്ന് പെട്ടെന്ന് മറഞ്ഞു പോകുന്നു. അത് ഈ പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. തീർച്ചയായിട്ടും. അല്ല, താങ്കളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ ഈ ചലച്ചിത്ര മേഖലയിലുള്ള അണിയറ പ്രവർത്തകർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഒരുപോലെ തീർച്ചയായിട്ടും. പ്രേക്ഷകരൊന്നും ഇഷ്ടം ആയില്ലെങ്കിൽ ഒരിക്കലും സാധിച്ചത്. അണിയറ പ്രവർത്തകർ എത്രയോ വർഷമായിട്ട് കാണുന്ന അണിയറ പ്രവർത്തകരാണ് നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്നവർ. പലരും ഇപ്പം ഇന്ന് പലരും അതിലൊന്നും ഇല്ല, ഒരുപാട് പേരൊന്നും ഇല്ല. അവർ വർക്ക് ചെയ്തവർക്ക് സുഖമില്ലാത്തവരുണ്ട്, വർക്ക് ജോലി വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്, അത് നമ്മളെ വിട്ടു പിരിഞ്ഞവരുണ്ട്. എന്നാലും ശരി, കുറേ കാലമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? കേക്ക് സ്റ്റോറിയുടെ കാര്യം ഞാൻ കേക്ക് സ്റ്റോറി 19 റിലീസാണ്. അതിൻ്റെ ഡയറക്ടർ സുനിൽ കാരന്തൂറാണ്. 19 പഴയ ഒരുപാട് ഹിറ്റ് സിനിമ ചെയ്തിട്ടുള്ള ചന്ത, പ്രിയപ്പെട്ട കൊക്കു, ആലഞ്ചേരി തമ്പ്ര, ഇതൊക്കെ സംവിധാനം ചെയ്തതാണ്. പിന്നെ ഉള്ളതെന്ന് ജെമിനി. അങ്ങനെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേരതാണ് സിനിമയ്ക്ക്, ജെമിനി. അത് അർജുൻ അശോകനും ഞാനുമാണ് പ്രധാന വേഷം. അർജുൻ അശോകാണ് അതിൻ്റെ ഹീറോ. ഒരു കേന്ദ്ര കഥാപാത്രം ഞാൻ ചെയ്യുന്നു. അതിപ്പോൾ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്ന സിനിമയാണ്. പിന്നെ അപൂർവ പുത്രന്മാർ, അതും മറ്റേ വിഷ്ണുവും വിപിൻ 2 പേര് അതിനകത്തെ ഹീറോസ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് പറയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. ഇത് തുടങ്ങുന്ന സിനിമ ദിൽജിത്ത് അയ്യത്താൻ എന്ന് പറയുന്ന ഡയറക്ടർ, മറ്റേ കിഷ്കിന്ദ കണ്ടുപിടിച്ച. ഇപ്പോൾ തുടങ്ങുന്നത് പുള്ളിയുടെ പടമാണ്. ഇനിയിപ്പോൾ തുടങ്ങുന്ന സിനിമ ഈ മാസം. പിന്നെ ഇത് അടുത്ത മാസം ഈ പടം ചെയ്യുന്നതിൻ്റെ നിസാം ഡയറക്ടർ ചെയ്യും. നിസാം മറ്റേ ഇതില്ലേ, മറ്റേ മമ്മൂട്ടി വെച്ചുമ്പോൾ റോഷാക്കിൻ്റെ ഡയറക്ടർ, പൃഥ്വിരാജ് നായകനെ അഭിനയിക്കുന്ന സിനിമ. അതിനും വളരെ അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അതിനകത്ത്. ഇതൊക്കെയാണിപ്പം നടക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ സിനിമകൾ. അപ്പോൾ അശോകേട്ടൻ വളരെയധികം നന്ദി. കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു താങ്കളെ ഇങ്ങനെ ഒന്നടുത്തിരുത്തി സംസാരിക്കുക എന്നുള്ളത്. എത്രയോ വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും വിഷുദിനത്തിൽ തന്നെ അത് സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അശോകേട്ടൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാം ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. താങ്ക് യു. തിരിച്ചു അങ്ങോട്ടും താങ്ക് യു.